എല്ലാവർക്കും ഡേ 11ലേക്ക് സ്വാഗതം. നമ്മൾ 10 ദിവസം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇന്ന് മിഷൻ VFAയുടെ ഡേ 11 ഫസ്റ്റ് റിവിഷനാണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റഷ്യൻ റവല്യൂഷനും ഇലക്ഷൻ കമ്മീഷനുമാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വലിയ ഹോട്ട് ടോപ്പിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ടോപ്പിക് എടുത്തത്. ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്നത്തെ ടോപ്പിക്കുകൾ ഇതൊക്കെയായിരുന്നു. കറണ്ട് അഫയേഴ്സിൽ ഇലക്ഷൻ കമ്മീഷൻ, GK റഷ്യൻ റവല്യൂഷൻ, മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ 10ാമത്തെ ക്ലാസ് ആണ്. ഇംഗ്ലീഷിൻ്റെ റൂൾ 10 ആണ്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സും. മാത്സിൻ്റെ ആവറേജ് ആണ്. ആദ്യം തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിലേക്ക് നോക്കാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ അംഗീകൃത സ്ഥാപനമാണ്. ആർട്ടിക്കിൾ 324 അനുസരിച്ചാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായിരിക്കുന്നത്. ഇന്ത്യൻ ഭരണകൂടങ്ങളെയും ജനപ്രതിനിധികളെയും തെരഞ്ഞെടുക്കുന്ന ഒരു ഭരണഘടനാ അംഗീകൃത സ്ഥാപനമാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ നിയമസഭകളിലേക്കും പാർലമെന്റിലേക്കും ഒക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ നടത്താനായിട്ടുള്ള അധികാരമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത്. ഇനി ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപപ്പെടുന്നത് 1950 ജനുവരി 25-നാണ്. ദേശീയ വോട്ടർ ദിനം എന്ന് പറയുന്നത് ജനുവരി 25 ആണ്. ഇനി 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത്. അതിൻ്റെ തൊട്ട് തലേന്നാണ് ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപപ്പെടുന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് വരുന്നത്? നീതി നിയമ മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസിന് കീഴിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണിത്. ഇനി രാജ്യത്തിന് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് നിയന്ത്രിക്കുന്നതിനുമായിട്ടാണ് ഭരണഘടന ഇങ്ങനെയൊരു സ്ഥാപനം സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ്, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിന്റെ ഓഫീസ്, ഇവിടേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ മേൽനോട്ടം, നിർദ്ദേശം, നിയന്ത്രണം, ഇതിൻ്റെ ഒക്കെ അധികാരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലാണ് ഉള്ളത്. ആർട്ടിക്കിൾ 324 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അഖിലേന്ത്യാ സ്ഥാപനമാണ്. അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും പൊതുവെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭകൾ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസില്, രാജ്യത്തിന്റെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പല്ല, അവരുടെ ഓഫീസിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ, ഇതെല്ലാം നടത്തുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. ആർട്ടിക്കിൾ 324 പ്രകാരമുള്ള ഭരണഘടനയുടെ അധികാരത്തിന് കീഴിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ജനാധിപത്യ നിയമം, റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നടപ്പിലാക്കുന്നു. റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പീപ്പിൾ ആക്ട് നടപ്പിലാക്കി. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു നിശ്ചിത സാഹചര്യം കൈകാര്യം ചെയ്യാൻ നിയമങ്ങൾ, അപര്യാപ്തമായ വ്യവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഉചിതമായ രീതിയിൽ പ്രവർത്തിക്കാൻ കമ്മീഷന് ഭരണഘടനാ പ്രകാരം അധികാരമുണ്ട്. അതായത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രശ്നം വന്നാലും അതിന് അനുസരിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. ഇനി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇതുപോലെ തന്നെ ഈ ഇലക്ഷൻ കമ്മീഷനും സ്വയം ഭരണവും സ്വാതന്ത്ര്യവുമുള്ള ഒരു സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതൊരു സ്ഥിരമായ ഭരണഘടനാ സ്ഥാപനം തന്നെയാണ്. അതുപോലെ തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും. അതായത് സംസ്ഥാനങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവർണർ നിയമിക്കുന്ന ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, അങ്ങനെ നഗരസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ഇല്ലേ, അങ്ങനത്തെ പഞ്ചായത്ത് സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഉത്തരവാദിത്തം ഈ ഭരണഘടനാ സ്ഥാപനമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിനും വോട്ടർ പട്ടിക പുതുക്കുന്നതും ഒക്കെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ ജില്ലാ തലത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരായി നിയമിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ജില്ലാ കളക്ടർമാർ നേതൃത്വം നൽകുന്നതാണ് അതിന്. ഇവരെ സഹായിക്കാനായി ഡെപ്യൂട്ടി കളക്ടർമാരും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ഈ ഇലക്ഷൻ കമ്മീഷനിലെ ഈ 3 അംഗങ്ങൾ നേരിട്ട് ഇറങ്ങിയിട്ടല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവരെ സഹായിക്കാൻ ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട് ജില്ലാ തലത്തിൽ. ഈ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നാണ് അറിയപ്പെടുന്നത്, തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ. ഇതിൽ ജില്ലാ കളക്ടറാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിന് സഹായിക്കാനായി മെയിനായിട്ട് വരുന്നത് ഡെപ്യൂട്ടി കളക്ടർമാരാണ് വരുന്നത്. പിന്നെ വിവിധ സർക്കാർ ഉദ്യോഗസ്ഥരും വരുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഘടന എന്താണെന്ന് നോക്കാം.
ഈ 1950 ജനുവരി 25-ന് ഈ ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമാകുമ്പോൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമായിരുന്നു, ഒരൊറ്റ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ കൺട്രോൾ ചെയ്യാൻ. 1989 ഒക്ടോബർ 16-ന്, അതായത് 1989 ഒക്ടോബർ 17-നാണ് അന്നത്തെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്, പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതിൻ്റെ തലേന്ന് 1989 ഒക്ടോബർ 16-ന് 2 അഡീഷണൽ കമ്മീഷണർമാരെയും കൂടെ ഈ ഇലക്ഷൻ കമ്മീഷനിലേക്ക് ആദ്യമായിട്ട് നിയമിക്കുകയാണ് 1989. അത് ഒരാളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ അവർക്ക് വളരെ ചെറിയ കാലാവധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് 1990 ജനുവരി 1 അത് അവസാനിക്കുകയും ചെയ്തു. 1989 വരെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ശേഷം 89 മുതൽ 90 വരെ 2 ആൾ വരെയാണ്. പിന്നീട് ഒരാൾ വരുന്നു, പിന്നീടാണ് അത് പിന്നെ 3 ആളായിട്ട് മാറുന്നത്. ഒരു നിയമമുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഭേദഗതി നിയമം 1989 ഭേദഗതി വരികയാണ്. 1990 ജനുവരി 1-നാണ് ഈ 1989 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭേദഗതി നിയമം അംഗീകരിക്കുന്നത്. അത് ഒരു കമ്മീഷണറെ മാറ്റി ഒരു മൾട്ടി അംഗം ബോഡിയാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു ആ ഭേദഗതി എന്ന് പറയുന്നത്. അതിനുശേഷമാണ് 3 അംഗ കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഈ കമ്മീഷൻ തീരുമാനങ്ങൾ ഭൂരിപക്ഷ വോട്ടിലൂടെയാണ് എടുക്കുന്നത്. ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണർമാരും സാധാരണയായി വിരമിച്ച IAS ഉദ്യോഗസ്ഥരാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരുടെയും റൂൾസ് 1992 പ്രകാരം ഇന്ത്യൻ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് തുല്യമായ ശമ്പളവും അലവൻസുമാണ് നൽകാറ്. 1992 റൂൾ പ്രകാരമുള്ള ഇതാണ്. അപ്പോൾ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും 2 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ്, അങ്ങനെ മൊത്തം 3 അംഗങ്ങളാണ് എന്ന് പറഞ്ഞു. ഈ 3 അംഗങ്ങളാണ് ഇതിലുള്ളത് എങ്കിലും ഇവരെ സഹായിക്കാനായിട്ട്, അതായത് ഇവർ ന്യൂഡൽഹിയിൽ സെക്രട്ടേറിയറ്റിലാണ് ഉള്ളത്. അപ്പം IAS ഉദ്യോഗസ്ഥർ, ഡെപ്യൂട്ടി ഓഫീസർമാർ, ഇലക്ഷൻ അവരൊക്കെ ഇവരെ സഹായിക്കുന്നുണ്ട്. ഡയറക്ടർ ജനറൽ, പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, അണ്ടർ സെക്രട്ടറിമാർ, ഇവരെല്ലാം ഈ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ വരുവാണെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള IAS ഉദ്യോഗസ്ഥൻ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ്, CEO ആയിട്ട് വരുന്നത്. അവരാണ് ഈ ഇലക്ഷൻ കമ്മീഷനെ സഹായിക്കുക. ജില്ലാ നിയോജക മണ്ഡലങ്ങളിൽ ആ തലങ്ങളിലും ഉണ്ടാവും ജില്ലാ കളക്ടർമാർ, തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്ന നിലയിൽ പ്രവർത്തിക്കും. ഇലക്ടറൽ രജിസ്റ്റർ ഓഫീസർമാർ, റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ അവരൊക്കെയാണ് തെരഞ്ഞെടുപ്പ് ജോലികളൊക്കെ ചെയ്യുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന അങ്ങനെ ഒരു കാലാവധി എന്ന് പറയുന്നത് അനുശാസിക്കുന്നില്ല. എന്നാലും 1991 ഇലക്ഷൻ കമ്മീഷൻ സേവന വ്യവസ്ഥകളും ബിസിനസ് ഇടപാടുകളും എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ആക്ട് 1991 പ്രകാരം ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ ചുമതല ഏറ്റെടുക്കുന്ന തീയതി മുതൽ 6 വർഷത്തേക്ക് ഓഫീസിൽ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാലാവധി 6 വർഷമാണെന്ന് നമുക്ക് ഊഹിക്കാം 1991 ഇലക്ഷൻ കമ്മീഷൻ ആക്ട് പ്രകാരം. എന്നാൽ ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിയെ നീക്കം ചെയ്യുന്നത് പോലെയാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ അവരുടെ ഓഫീസിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. ഇത് എന്തെങ്കിലും മോശം പെരുമാറ്റത്തിൻ്റെ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം വേണം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ പ്രമേയം ആവശ്യമാണ് 2/3 ഭൂരിപക്ഷം വേണം. അത് ലോക്സഭയിലാവാം അല്ലെങ്കിൽ രാജ്യസഭയിൽ പാസാക്കുന്ന ഏതെങ്കിലും ഒരു സഭയിൽ മതി. തെളിയിക്കപ്പെട്ട മോശം പെരുമാറ്റമോ അല്ലെങ്കിൽ കഴിവില്ലായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഇംപീച്ച് ചെയ്യുന്നത്. 2/3 ഭൂരിപക്ഷം കിട്ടണം. മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ഇന്ത്യൻ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പറയുവാണ് എങ്കിൽ രാഷ്ട്രപതിക്ക് ബാക്കിയുള്ള അംഗങ്ങളെ, അതായത് 3 അംഗങ്ങളിൽ ഒരാൾ ചീഫ്, ബാക്കിയുള്ള 2 പേരെ നീക്കം ചെയ്യണമെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ രാഷ്ട്രപതിയോട് നേരിട്ട് പറഞ്ഞാൽ രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. എന്നാൽ ചീഫിനെ തന്നെ നീക്കം ചെയ്യണമെങ്കിൽ 2/3 ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ വേണം. ഓക്കെ, ഇന്ത്യയിൽ ഇതുവരെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇംപീച്ച് ചെയ്തിട്ടില്ല. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ N. ഗോപാലസ്വാമി ഉടനെ തന്നെ മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി ചുമതല ഏൽക്കാനിരുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ നവീൻ ചൗളയെ പുറത്താക്കാനും അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കാനും രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിന് ശുപാർശ അയച്ചു. മനസ്സിലായോ? എന്തോ ഒരു ബയാസോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പെരുമാറ്റം പരിഗണിച്ചിട്ടാണ് അങ്ങനെയൊരു
നീക്കത്തിലേക്ക് പോയത് ഗോപാലസ്വാമി. എന്നാൽ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിനാണ് അത് നോട്ടീസ്, അതായത് ഒരു ഇത് കൊടുത്തത്, റിക്വസ്റ്റ് കൊടുത്തത്. പക്ഷേ രാഷ്ട്രപതിക്ക് അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് ബാധകമല്ലെന്നും അത് നിരസിക്കുകയും ചെയ്തു രാഷ്ട്രപതി. പ്രതിഭ പാട്ടീൽ അത് നിരസിച്ചു. പിന്നീട് അടുത്ത മാസം ഗോപാലസ്വാമി വിരമിച്ചതിന് ശേഷം നവീൻ ചൗള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മാറുകയായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിച്ചത് ചൗള തന്നെയാണ്. അതായത് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുമ്പ് തന്നെ ഗോപാലസ്വാമി റിട്ടയർഡ് ആവും. അപ്പോൾ അടുത്തത് വരാനുള്ളത് ഈ ചൗളയായിരുന്നു, നവീൻ ചൗളയായിരുന്നു. അപ്പോൾ നവീൻ ചൗള വരുന്നത് മുഖ്യ കമ്മീഷണറായി കഴിഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടും അതുപോലെ വേറെ പ്രശ്നങ്ങൾ, ബയാസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പ്രതിഭ പാട്ടീലിന് കത്തയക്കുന്നു. എന്നാൽ പ്രതിഭ പാട്ടീൽ അത് നിരസിക്കുന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാഷ്ട്രപതി അത് നിരസിക്കുന്നു. അങ്ങനെ അതിനുശേഷം അത് നിരസിച്ചുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെ എൻ ഗോപാലസ്വാമി റിട്ടയർഡ് ആവുന്നു. അതിനുശേഷം നവീൻ ചൗള വരുന്നു. നവീൻ ചൗള ഇലക്ഷൻ കമ്മീഷണർ ആയ ശേഷം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഓക്കെ, അടുത്തത് നിയമനത്തിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ് അവരെ നിയമിക്കുന്നത്. അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും മറ്റ് 2 കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 6 വർഷമോ 65 വയസ്സോ ഇതിലേതാണ് ആദ്യം വരുന്നത്, അങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പം ഇലക്ഷൻ കമ്മീഷണർമാർ സുപ്രീം കോടതി ജഡ്ജിമാരുടെ അതേ പദവിയും ശമ്പളവുമാണെന്ന് പറഞ്ഞു. ഇനി അതിൽ നിന്ന് നീക്കണമെങ്കിൽ പാർലമെന്റ് ഇംപീച്ച്മെന്റ് പാസ്സാക്കേണ്ടി വരുമെന്നും പറഞ്ഞു. ഇനി നിർവാചൻ സദനാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ്. അത് ഈ സെക്രട്ടേറിയറ്റിലെ ഒരു സ്ഥലമാണ്. 300ഓളം ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫീസാണ് അത്. ഇനി അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഇലക്ഷൻ കമ്മീഷണറുടെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെ ജനാധിപത്യ നയത്തിന്റെ ഏറ്റവും പ്രധാനമായ സവിശേഷതയാണല്ലോ കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ളത്. അപ്പോൾ കാലാനുസൃതവും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഒരു ജനാധിപത്യത്തിന് വേണ്ടതാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമ്മളാണ് വോട്ടേഴ്സാണ് തെരഞ്ഞെടുത്ത് അവരെ അയക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ രാജ്യത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു കാവൽക്കാരനായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണക്കാക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും സ്വതന്ത്രവും നീതിയുക്തവുമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരു മാതൃകാ പെരുമാറ്റച്ചട്ടം പുറപ്പെടുവിക്കുന്നുണ്ട്. ഈ 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 1971 ആദ്യമായി പെരുമാറ്റച്ചട്ടം കമ്മീഷൻ പുറപ്പെടുവിക്കുകയും കാലാകാലങ്ങളിൽ അത് പരിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ടൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കുന്നത് 1971 5ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും പെരുമാറ്റം സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങൾ ഇത് നൽകുന്നത്. എന്നാലും സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോഡ് ലംഘനം നടത്തിയ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കോഡിന് പ്രത്യേക നിയമപരമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല, എന്നാൽ അനുനയിപ്പിക്കുന്ന പ്രഭാവം മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്ത് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സദാചാര നിയമങ്ങളിലും അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. എന്നാലും നിയമപരമായ പിന്തുണയുടെ അഭാവം കമ്മീഷൻ അത് നടപ്പിലാക്കുന്നതിൽ നിന്ന് തടയുന്നൊന്നുമില്ല. ഇനി രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾക്കായി 1989 ഒരു നിയമം വരുന്നു. രജിസ്ട്രേഷനെ സംബന്ധിച്ച് 1989 വരുന്നത്. പിന്നെ നിരവധി പാർട്ടികൾ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ രജിസ്ട്രേഷൻ ആശയക്കുഴപ്പം ഒഴിവാക്കാനും രാഷ്ട്രീയ പാർട്ടികളെ കമ്മീഷന്റെ പരിധിയിൽ കൊണ്ടുവരുന്നത് ഉറപ്പാക്കുന്നതിനുമൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ, രാഷ്ട്രീയ പാർട്ടികളുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം 1989 ഒരു നിയമമായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവാദമുണ്ട്. ദേശീയ പാർട്ടികൾക്കും സംസ്ഥാന പാർട്ടികൾക്കും പ്രാദേശിക പാർട്ടികൾക്കും ഒക്കെ ചിഹ്നം അംഗീകരിക്കുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനാണ്. ഇനി ഇത് തിരഞ്ഞെടുപ്പ് ചെലവുകൾക്ക് പരിധി നിശ്ചയിക്കുന്നുണ്ട് ഈ കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു, കാലാകാലങ്ങളിൽ വോട്ടർ പട്ടിക പുതുക്കുന്നു, നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂളുകളും അറിയിപ്പുകളും എല്ലാം കമ്മീഷൻ പുറപ്പെടുവിക്കും. എന്തൊക്കെയാണ്? ചിലവിൻ്റെ പരിധി നിർണ്ണയിക്കുന്നു, വോട്ടർ പട്ടിക തയ്യാറാക്കുകയും പുതുക്കുകയും ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്.
പിന്നെ ദേശീയ പാർട്ടികൾ, സംസ്ഥാന പാർട്ടികൾക്കും എല്ലാ പാർട്ടികൾക്കും ചിഹ്നം അനുവദിക്കുന്നത് കമ്മീഷനാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് തീയതി, ഷെഡ്യൂളുകൾ, അറിയിപ്പുകൾ ഇതെല്ലാം കമ്മീഷനാണ് പുറപ്പെടുവിക്കുന്നത്. ഇനി രണ്ട് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ ഒരേ സ്ഥാനത്ത് ഒരേ സംസ്ഥാനത്ത് ഇല്ലെങ്കിലും ഒരേ ചിഹ്നം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ലെന്ന് ഓർക്കണം. വേറെ സംസ്ഥാനത്താണ് മത്സരിക്കുന്നത്, പക്ഷെ രണ്ട് പാർട്ടിയാണ് എങ്കിൽ ഒരേ ചിഹ്നം കൊടുക്കാൻ പറ്റില്ല. അഭിപ്രായ വോട്ടെടുപ്പിലൂടെയോ എക്സിറ്റ് പോളിലൂടെയോ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോട്ടിംഗ് പ്രവണതകൾ പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും നിരോധിക്കാൻ കമ്മീഷനാണ് അധികാരമുള്ളത്. ആലോചിക്കണം. വോട്ടിങ്ങിലെ എന്തെങ്കിലും ക്രമക്കേടുകൾ അല്ലെങ്കിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വോട്ടിംഗ് പ്രവണതകൾ അത് പ്രചരിപ്പിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ നിരോധിക്കാൻ കമ്മീഷനാണ് അധികാരമുള്ളത്. ഓക്കെ, ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ വെച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് ഓർത്തിരിക്കുക. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വർദ്ധിച്ചു വരുന്ന പണത്തിന്റെ സ്വാധീനം തടയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നിരവധി നിർദ്ദേശങ്ങളും മാറ്റങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട്. ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊക്കെ നടക്കുന്നുണ്ടെന്ന് ദൈവത്തിനറിയാം. കമ്മീഷൻ ആദായ നികുതി വകുപ്പിലെ IRS ഉദ്യോഗസ്ഥരെ എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷണത്തിനായി, അതായത് ചെലവ് നിയമിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാവുന്ന പണത്തിന് നിയമപരമായ പരിധി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. IRS ഉദ്യോഗസ്ഥരെയാണ്, ആദായ നികുതി വകുപ്പിലെ IRS ഉദ്യോഗസ്ഥരെയാണ് അതിന് ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതിന് ഒരു പരിധി നിശ്ചയിക്കാനൊക്കെ. ഓക്കെ, ഈ പരിധികൾ കാലക്രമേണ പരിഷ്കരിക്കപ്പെട്ടു വരുന്നുണ്ട്. ഈ അടുത്ത് തന്നെ അത് പരിഷ്കരിച്ചായിരുന്നു. ഇനി ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് ചെലവ് നിരീക്ഷകരെ നിയമിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചെലവുകളുടെ വ്യക്തിഗത അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളുടെ സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ എടുക്കുന്നു. അപ്പോൾ ആ സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം അവർക്ക് എത്ര സ്വത്താണുള്ളതെന്ന്. ആക്ച്വൽ സ്വത്ത് അല്ലായിരിക്കും, അവരതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അവരുടെ പേരിലുള്ള സ്വത്താണ് അവിടെ കാണിക്കുന്നത്. വീട്ടുകാരുടെ പേരിലേക്കൊക്കെ ആക്കും സ്വത്ത്. പക്ഷേ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ അവർ അവരുടെ ചെലവുകളുടെ വിശദാംശങ്ങൾ നൽകേണ്ടതുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും ജയിച്ചാലും തോറ്റാലും റിസൾട്ട് വന്നു കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് ചെലവുള്ളത് എന്നുള്ള ചെലവുകളുടെ വിശദാംശം നൽകണം. അത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കൊടുക്കേണ്ടത്. ഇനി തെരഞ്ഞെടുപ്പ് ചെലവ് ചുരുക്കുന്നതിനായി ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ കാലയളവ് 21 നിന്ന് 14 ദിവസമായിട്ട് കമ്മീഷൻ കുറച്ചു. 14 ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രചാരണമുള്ളൂ, അത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി. ഇനി രാഷ്ട്രീയത്തെ ക്രിമിനൽ രഹിതമാക്കാനുള്ള ശ്രമത്തിൽ കുറ്റക്കാരായ രാഷ്ട്രീയക്കാരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിൽ നിന്ന് ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇനി വോട്ടർ ID വരുവാണെങ്കിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് തടയുന്നതിനുള്ള ശ്രമത്തിൽ 1993 EPIC-കൾ അല്ലെങ്കിൽ ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് വിതരണം ചെയ്തു. അപ്പോൾ EPIC ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തത് 1993 എന്തിനാണ് ഈ ഫോട്ടോ ID കാർഡ് വിതരണം ചെയ്തത്? അത് തെരഞ്ഞെടുപ്പിലെ തട്ടിപ്പ് തടയുന്നതിനാണ്. അത് 2004 തെരഞ്ഞെടുപ്പോടെ നിർബന്ധിതമാക്കി. ഈ ID ഉണ്ടെങ്കിൽ, അതായത് ആധാർ കാർഡ് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെങ്കിൽ ഈ വോട്ടർ ID തന്നെ വേണം. അതിനാണ് 1993 അങ്ങനെ ഒരു വോട്ടേഴ്സ് ID ഉണ്ടാക്കിയത്. അത് 2004 മുതൽ സ്ട്രിക്റ്റ് ആക്കി. എന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി റേഷൻ കാർഡും അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ID കാർഡ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെ ആധാർ കാർഡ് ഒന്നും അനുവദിക്കത്തില്ല, റേഷൻ കാർഡ്. ഒന്നെങ്കിൽ ഇലക്ഷൻ ID വേണം, അല്ലെങ്കിൽ റേഷൻ കാർഡ് വേണം. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്നാണ് പറ്റുള്ളൂ. ഇനി വേറൊരു കാര്യം, ഇനി തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കാൻ വേണ്ടി എല്ലാ തലങ്ങളിലും ഏൽപ്പിച്ച ജോലികൾ നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ് റോനെറ്റ് എന്ന് പറയുന്നത്. ഈ റോനെറ്റ് സ്യൂട്ട് ഈ തെരഞ്ഞെടുപ്പ് മൊബൈൽ ആപ്പ് വെബിലൊക്കെ നല്ല കിട്ടും. അത് വോട്ടിംഗ് പ്രക്രിയ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്ഥാനാർത്ഥികളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ സിനർജി വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി സിനർജി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് റോനെറ്റ് എന്ന് പറയുന്നത്. ഈ റോനെറ്റ് എന്ന് പറയുന്നത്
ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥാനാർത്ഥികളെ നിരീക്ഷിക്കാനും അങ്ങനെയുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് ജോലികൾ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റോനെറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ECI 360 മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്കായിട്ടുള്ളതാണ്. അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളും അവരുടെ ഒപ്പിട്ടതും സത്യപ്രതിജ്ഞ ചെയ്തതുമായ സത്യവാങ്മൂലങ്ങൾ, നിരസിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക, സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ്, അംഗവൈകല്യമുള്ള വോട്ടർമാരുടെ പിക്കപ്പ് അഭ്യർത്ഥനകൾ, അത് ശ്രദ്ധിക്കണേ. ഈ അംഗവൈകല്യമുള്ള വോട്ടർമാരുടെ ഒരു കേസൊക്കെ വരുന്നുണ്ട്. പിന്നെ കാസ്റ്റ് ചെയ്യാൻ വരിയിൽ നിൽക്കുന്ന ആളുകൾ, ക്യൂ നില എന്ന് പറയും, ഇത് ഉൾപ്പെടുന്നതാണ് ഈ ECI 360 എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഇതിൽ തത്സമയ പോൾ ബൂത്ത് തിരിച്ചുള്ള പോളിംഗ് ശതമാനം, പരാതി പരിഹാരവും ഫലങ്ങളും ഇതൊക്കെ ഈ ECI 360 വരുന്നതാണ്. ECI 360 കാൻഡിഡേറ്റ് ആപ്പ് റാലികൾക്കുള്ള അനുമതികൾ അഭ്യർത്ഥിക്കാൻ അവരെ അനുവദിക്കുന്നു. കൂടാതെ എല്ലാ പ്രശ്നങ്ങളും എത്രയും വേഗം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാര സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് മാപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ECI 360 എന്ന് പറയുന്നത്. അപ്പോൾ 2 ആപ്ലിക്കേഷനാണ് നിങ്ങൾ, ഒന്ന് റോനെറ്റും ഒന്ന് ECI 360. റോനെറ്റ് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ജോലികളൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടും, ECI 360 എന്ന് പറയുന്ന പൊതുജനങ്ങൾക്കായിട്ടുള്ള മൊബൈൽ ആപ്പാണ്. സ്ഥാനാർത്ഥികളെ പറ്റി അറിയാനും അത് പ്രകാരമുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുമുള്ളതാണ്. ഇനി വോട്ടിംഗ് നടപടിക്രമത്തിലേക്ക് വരുവാണെങ്കിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോ അല്ലെങ്കിൽ EVMകളോ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ വോട്ടിംഗ് നടക്കുന്നതെന്നറിയാം. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, EVM എന്നാണ് പറയുക. അപ്പോൾ ഇന്ത്യയിൽ തപാൽ വോട്ടിങ്ങിനും വികലാംഗരായ വോട്ടർമാർക്കുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഉണ്ട്. ഓർക്കണം, വികലാംഗർക്ക് പ്രത്യേക വോട്ടിംഗ് ഉണ്ട്, അതുപോലെ തന്നെ തപാൽ വോട്ടിംഗും ഉണ്ട്. പിന്നെ എന്താണുള്ളത്? ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വോട്ടിംഗ് ഉണ്ട്. ഇത്രയും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്, ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ ഇത്രയും വലിയ ആളുകൾ ഉള്ള, ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിൽ ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്യുമ്പോൾ ഇത്രയും വലിയ തോതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, അങ്ങനെ ഇലക്ട്രോണിക് വോട്ടിംഗ് എന്ന ആശയം സ്വീകരിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ. അതായത് ഇത്രയും വലിയ തോതിൽ. ക്രമക്കേടുകൾ കുറയ്ക്കുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തിരഞ്ഞെടുത്തത്. ഈ വോട്ടിംഗ് നടപടിക്രമവും ഇലക്ഷൻ കമ്മീഷണറും വിശദമായി പറയാം. വോട്ടിങ്ങിൻ്റെ നടപടിക്രമങ്ങളായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇത്രയും വലിയ തോതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സ്വീകരിച്ച ആദ്യ രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. ക്രമക്കേടുകൾ കുറയ്ക്കുന്നതിനായിട്ടാണ്, പിന്നെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊക്കെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചത്. 1992 കേരള സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആദ്യമായിട്ട് പരീക്ഷിച്ചത്. 1982 ഇത് വിജയകരമായ പരിശോധനകൾക്കും നിയമപരമായ അന്വേഷണങ്ങൾക്കും ശേഷം ഈ വോട്ടിംഗ് മെഷീനുകളുടെ ഉപയോഗം ആരംഭിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യമായിട്ട് കേരളത്തിലാണ് 1982 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. 2014 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ 8 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതായത് VVPAT അവതരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ നേട്ടമായിരുന്നു. 2013 സെപ്റ്റംബറിൽ നാഗാലാൻഡിലെ നോക്സൺ അസംബ്ലി മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും 2013 സെപ്റ്റംബർ മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും രാജ്യത്തെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ വോട്ടർ, അതായത് VVPAT സംവിധാനം EVMകൾക്കൊപ്പം ആദ്യമായി ഉപയോഗിച്ചു. പിന്നീട് 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് EVMകളിൽ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോകളുള്ള ഫോട്ടോ വോട്ടർ പട്ടിക ആദ്യമായി അവതരിപ്പിച്ചത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ EVM മെഷീനിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ വോട്ടർ പട്ടിക ആദ്യമായി അവതരിപ്പിക്കുന്നു. ഫോട്ടോ മുമ്പ് എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എഴുത്ത് വായന അറിയാത്തവർക്ക് വോട്ടിംഗ് ഒരു പ്രശ്നമാകരുത് എന്ന് കരുതി 2015 ഫോട്ടോ ഉള്ള ഇത് വരുന്നത്. 2014 ഇത് നോട്ടയോ ഒന്നും തന്നെ വോട്ടിംഗ് മെഷീനിൽ ഒരു ഓപ്ഷനായി ചേർത്തിട്ടില്ല. അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈന് നോട്ടയ്ക്കൊരു ചിഹ്നം രൂപകൽപ്പന ചെയ്തു. അത് കുരിശുള്ള ഒരു കറുത്ത കുരിശു കുറുകെയുള്ള ഒരു ബാലറ്റ് പേപ്പറായ ഒരു ചിഹ്നമാണ്. 2015 സെപ്റ്റംബർ 18 ഈ നോട്ടയ്ക്ക് ഇങ്ങനെ ഒരു ചിഹ്നം ഡിസൈൻ ചെയ്തത്.
പിന്നീട് വരുന്നത് തപാൽ വോട്ടിംഗ് ആണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് പേപ്പേഴ്സ് ETPB എന്ന് പറയും. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് പേപ്പേഴ്സ്. ഈ സംവിധാനത്തിലൂടെ മാത്രമാണ് ഇന്ത്യയിൽ തപാൽ വോട്ടിംഗ് നടത്തുന്നത്. വോട്ടുകൾ തപാൽ വഴി തിരികെ നൽകുന്ന രജിസ്റ്റർ ചെയ്ത യോഗ്യരായ വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പറുകൾ വിതരണം ചെയ്യുന്നു. EVM-ൽ നിന്ന് വോട്ട് എണ്ണുന്നതിന് മുമ്പ് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുന്നത്. തപാൽ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാൻ ചില വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. യൂണിയൻ സായുധ സേനയിലും സംസ്ഥാന പോലീസിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും വിദേശത്ത് ഔദ്യോഗികമായി നിയമിതരായ ഇന്ത്യൻ സർക്കാരിൽ ജോലി ചെയ്യുന്നവർക്ക് തപാൽ വോട്ടിനായി രജിസ്റ്റർ ചെയ്യാം. ഇവരെ സർവീസ് വോട്ടർമാർ എന്ന് വിളിക്കുന്നു. പ്രതിരോധ തടങ്കലിൽ കഴിയുന്നവർക്ക് തപാൽ വോട്ട് ഉപയോഗിക്കാം. പ്രിവെന്റീവ് ഡിറ്റൻഷനിലുള്ളവർക്ക് തപാൽ വോട്ട് ഉപയോഗിക്കാം. സർവീസിലുള്ളവർക്ക് സർവീസ് വോട്ടർമാരായി അവർക്കും വോട്ട് ചെയ്യാം. പ്രിവെന്റീവ് തടങ്കൽ എന്നത് ശിക്ഷാനുസൃതമല്ലാത്ത ആവശ്യങ്ങൾക്കായി ന്യായീകരിക്കപ്പെടുന്ന ഒരു തടവാണ്. മിക്കപ്പോഴും ക്രിമിനൽ പ്രവൃത്തികൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അത്. പ്രിവെന്റീവ് തടങ്കൽ കുറ്റാരോപിതരായ വ്യക്തികളെ അവരുടെ മോചനം സമൂഹത്തിന് നല്ലതായിരിക്കില്ല എന്ന അനുമാനത്തിൽ തടവിലിരിക്കുന്ന രീതിയാണ്. പ്രത്യേകിച്ച് അവരെ വിട്ടയച്ചാൽ അവർ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കണ്ട് അവരെ തടവുകാർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവർക്ക് ഇങ്ങനെ തപാൽ വോട്ട് ചെയ്യാം. പിന്നെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വികലാംഗരായ വോട്ടർമാരെ സംരക്ഷിക്കാനുള്ള കമ്മീഷന്റെ അപാകതയെക്കുറിച്ച് ആക്ടിവിസ്റ്റ് ഡോക്ടർ സത്യേന്ദ്ര സിംഗ് സമർപ്പിച്ച വിവരാവകാശ അപേക്ഷയിൽ വെളിപ്പെടുത്തിയതോടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത വിമർശനത്തിന് വിധേയമായി. 2014 മുതൽ വികലാംഗരെ നിയമിക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് അങ്ങനെ വികലാംഗരുമായി ബന്ധപ്പെട്ട്. ഇനി മുമ്പത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയായിരുന്നു നോക്കാം. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ, എല്ലാവർക്കും അറിയാം. 1950 മാർച്ച് 31-നാണ് ജോയിൻ ചെയ്യുന്നത് സുകുമാർ സെൻ. രണ്ടാമത്തെ ആള് KVK സുന്ദരമാണ്. SP സേനവർമ്മ അതിനുശേഷം. പിന്നീട് നാഗേന്ദ്ര സിംഗ്, പിന്നീട് T സ്വാമിനാഥൻ. ഈ T സ്വാമിനാഥൻ്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ SL ഷാദ്കർ, RK ത്രിവേദീൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. RVS പേരി ശാസ്ത്രി, ശ്രീമതി VS രമാദേവി, TN ശേഷൻ. TN ശേഷനെ പറ്റി ഈ ഇടയായിട്ട് കുറേ ആ പേര് ഒരുപാട് വരുന്നുള്ളതുകൊണ്ട് ഓർത്തിരിക്കുക. ഡിസംബർ 12, 1990 മുതൽ ഡിസംബർ 11, 1996 വരെയാണ് TN ശേഷൻ്റെ ഡ്യൂറേഷൻ. 10ാമത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്നു TN ശേഷൻ, അത് ഓർത്തിരിക്കുക. പിന്നീട് വരുന്നത് MS ഗിൽ ആണ്. അതിനുശേഷം JM ലിംഗ്ദോ, പിന്നെ TS കൃഷ്ണമൂർത്തി, പിന്നീട് BB ടാൻടൺ, പിന്നെ N ഗോപാലസ്വാമി, പിന്നെ നവീൻ B ചൗള. 17ാമത് SY ഖുറൈഷി. 18ാമത്തെ VS സമ്പത്ത് കേട്ടിട്ടുണ്ടാവും, 18ാമത്തെയാണ്. 19ാമത്തെ HS ബ്രഹ്മ. 20ാമത്തെ നാസിം സൈദി. 21 AK ജ്യോതി. 22 OP റാവത്ത്. 23 സുനിൽ അറോറ. 24 മിസ്റ്റർ സുശീൽ ചന്ദ്ര. 25ാമത്തെയായിരുന്നു രാജീവ് കുമാർ. 18 ഫെബ്രുവരി 2025 തീരുന്നു. പിന്നീട് വരുന്ന ആളാണ് 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ജ്ഞാനേഷ് കുമാർ ഇപ്പോഴുള്ളത്. ഫെബ്രുവരി 19, 2025 ആണ് അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആവുന്നത്. അദ്ദേഹം കേരള കാഡറിലുള്ള സിവിൽ സർവീസ് ഓഫീസറായിരുന്നു 1988. അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം അടൂര് സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MD ആയിരുന്നു, SC/ST വിഭാഗത്തിൻ്റെ. പിന്നെ മുനിസിപ്പൽ കമ്മീഷണർ ഓഫ് കോർപ്പറേഷൻ ഓഫ് കൊച്ചിനായിരുന്നു. MD ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് എറണാകുളം. പിന്നീട് സെക്രട്ടറി ഓഫ് ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, MD ഓഫ് ട്രിവാൻഡ്രം എയർപോർട്ട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ആൻഡ് റെസിഡൻറ്റ് കമ്മീഷണർ ഓഫ് കേരള ഹൗസ് ഇൻ ന്യൂഡൽഹി. പിന്നീട് അദ്ദേഹം കേരളത്തിൽ കുറേ വർക്ക് ചെയ്തു.
പിന്നീട് ഇദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ജോയിൻറ്റ് സെക്രട്ടറി ആൻഡ് അഡീഷണൽ സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, സെക്രട്ടറി ഇൻ മിനിസ്ട്രി ഓഫ് പാർലമെൻറ്റ് അഫയേഴ്സ് ആൻഡ് സെക്രട്ടറി ഇൻ ദി മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ. ഇത്രയും വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളായിരുന്നു ജ്ഞാനേഷ് കുമാർ. 26ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. മറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് 2 പേരുണ്ട്. സുഖ്ബീർ സിംഗ് സന്ധു, SS സന്ധു എന്ന് ഓർത്താൽ മതി. പിന്നെ ഡോക്ടർ വിവേക് ജോഷി, ഈ 2 പേരും കൂടിയാണ്. ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ ഷോർട്ട് വീഡിയോ ആക്കി ഇടാം. ഇനി കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്ക് വരുവാണെങ്കിൽ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരുന്നത് 1993 ഡിസംബർ 3-നാണ് ഫോം ചെയ്യുന്നത്. 1993 ഡിസംബർ 3-നാണ്. തിരുവനന്തപുരമാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണ്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അഥവാ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഇലക്ഷൻ ഷെഡ്യൂൾ ഉണ്ടാക്കുക, പിന്നെ നോട്ടിഫിക്കേഷൻസ് കൊടുക്കുക, പിന്നെ ഇലക്ഷൻസ് മുനിസിപ്പൽ കോർപ്പറേഷൻസിലൊക്കെ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക. ഈ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിലും ഒക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഗൈഡ് ലൈൻസ് പറയുക. പിന്നെ പഞ്ചായത്ത് ലെവലിലുള്ള ഇലക്ഷൻസ് നടത്തുക. അതായത് ലോക്കൽ ബോഡി ഇലക്ഷൻസ് എല്ലാം നടത്തുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണ്. പിന്നീട് റീപോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനും ഓർഡർ ഇടാവുന്നത് ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് തന്നെയാണ്. പിന്നെ മുനിസിപ്പൽ പഞ്ചായത്ത് കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡീലിമിറ്റേഷൻ എക്സസൈസ് ചെയ്യുന്നത് ഈ ഇലക്ഷൻ കമ്മീഷനാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് മുനിസിപ്പലിൻ്റെ പഞ്ചായത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെ ഡീലിമിറ്റേഷൻ ചെയ്യുന്ന, അതിരുകൾ എത്ര വരെ ആകാം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഫോം ചെയ്യുന്നത് ആർട്ടിക്കിൾ 243K, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 243Kയുടെ അടിസ്ഥാനത്തിലാണ്. കേരള സ്റ്റേറ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് A. ഷാജഹാനാണ്. 7th സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. റഷ്യൻ റവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോഴത്തെ കേരള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ A. ഷാജഹാനാണ്. 7ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. 2021-ലാണ് ജോയിൻ ചെയ്തത്. അതിനു മുമ്പുണ്ടായിരുന്ന 6ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു V. ഭാസ്കരൻ. ഇനി റഷ്യൻ റവല്യൂഷനിലേക്ക് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ വിജയകരമായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായിരുന്നു റഷ്യൻ വിപ്ലവം. ഈ വിപ്ലവം കഴിഞ്ഞിട്ടാണ് റഷ്യയിൽ സോഷ്യലിസ്റ്റ് ഭരണകൂടം തന്നെ സ്ഥാപിതമാകുന്നത്. അപ്പോൾ യൂറോപ്പിനെ ഒരു ഭൂതം ബാധിച്ചിരിക്കുന്നു, കമ്മ്യൂണിസത്തിൻ്റെ ഭൂതം എന്ന ആരംഭിക്കുന്ന പ്രസിദ്ധമായ കൃതി ഏതാണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. അതായത് കാറൽ മാർക്സും ഏംഗൽസും കൂടി ചേർന്ന് രചിച്ച് 1848-ലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ഇനി ലോകത്ത് ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടിട്ടുള്ള കൃതി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. 1848 കാറൽ മാർക്സും ഏംഗൽസും. ഇതിലാണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിനെന്ന് ആഹ്വാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയാണ്. അടുത്തത്, കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കാറൽ മാർക്സ് രചിച്ച കൃതി ഏതാണ്? കമ്മ്യൂണിസത്തിന്റെ സൈദ്ധാന്തിക ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കാറൽ മാർക്സ് രചിച്ച കൃതി മൂലധനം അഥവാ ദാസ് ക്യാപിറ്റലാണ്. 1867-ലാണ് ഈ ദാസ് ക്യാപിറ്റൽ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഈ റഷ്യൻ വിപ്ലവ സമയത്ത് റഷ്യൻ ചക്രവർത്തിമാർ വിളിച്ചിരുന്നത് സാർ എന്നാണ്. സാറും ഭാര്യയെ സാറിന എന്നുമാണ് വിളിച്ചിരുന്നത്. റഷ്യൻ വിപ്ലവ സമയത്ത് സാർ ചക്രവർത്തി നിക്കോളാസ് 2-ാമൻ ആയിരുന്നു. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവ സമയത്തെ സാർ ചക്രവർത്തിയെയും ഭാര്യയെയും അവരുടെ ഭരണത്തെയും സ്വാധീനിച്ചിരുന്ന കപട സന്യാസിയായിരുന്നു റാസ്പുട്ടിൻ. അതുപോലെ 1898-ൽ റഷ്യയിലെ വിവിധ സോഷ്യലിസ്റ്റുകൾ ചേർന്ന് രൂപീകരിച്ച പാർട്ടി ഏതാണ്? സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയാണ്. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയാണ് 1898-ൽ സ്ഥാപിക്കുന്നത്. അത് റഷ്യയിലെ അവിടെ ഇവിടെയുമായി കിടന്ന വിവിധ സോഷ്യലിസ്റ്റുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 1898. ഇനി ഈ 1898-ൽ രൂപം കൊണ്ട സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 1903-ലാണ് സ്പ്ലിറ്റ് ആവുന്നത്. ബോൾഷെവിക് എന്നും മെൻഷെവിക് എന്നും 2 വിഭാഗങ്ങളായി തിരിയുന്നു. ഇതിൽ ബോൾഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭൂരിപക്ഷം എന്നാണ്, മെൻഷെവിക് എന്ന ന്യൂനപക്ഷം എന്നാണ് അർത്ഥം. ഈ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി 2 വിഭാഗങ്ങളായപ്പോൾ ഭൂരിപക്ഷ വിഭാഗം ബോൾഷെവിക് എന്നും ന്യൂനപക്ഷ വിഭാഗം മെൻഷെവിക് എന്നും അറിയപ്പെട്ടു. അതിൽ മെൻഷെവിക് വിഭാഗത്തെ നയിച്ചതാണ് കെരൻ
മെൻ കെരൻ. ഓക്കെ, കെരൻസ്കി, മെൻ. ലെനിനും ട്രോട്സ്കിയുമായിരുന്നു ബോൾഷെവിക് വിഭാഗത്തിന്റെ നേതാക്കൾ. ലെനിൻ, ട്രോട്സ്കി എന്നിവരായിരുന്നു ബോൾഡായിട്ട് നിന്നത് ബോൾഷെവിക്കിന്റെ നേതാക്കൾ. അടുത്തത്, ഈ ലെനിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോവ് എന്നാണ്. വ്ളാഡിമിർ ഇല്ലിച്ച് ഉല്യനോവ് എന്നതാണ്. അടുത്ത, റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്ന് ലെനിൻ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 1905 വിപ്ലവമാണ്. ഈ 1905 വിപ്ലവം എന്ന് പറയുന്നത് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നതാണ്. അതായത് സാർ ചക്രവർത്തിമാരുടെ ഭരണത്തിൽ റഷ്യയിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുന്നു. തൊഴിലില്ലായ്മ, പട്ടിണി, ഭക്ഷ്യക്ഷാമം എന്നിവ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ആ സമയത്ത് സാർ ചക്രവർത്തി ജപ്പാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും പരാജയപ്പെടുകയും ഒക്കെ ചെയ്തു. അപ്രതീക്ഷിതമായി യുദ്ധം ജനത്തെ കൂടുതൽ ദുഷ്കരമാക്കി. ഈ സാഹചര്യത്തിൽ റഷ്യയിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ജനങ്ങൾ സാർ ചക്രവർത്തിയിൽ നിന്ന് കൂടുതൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പുരോഹിതന്റെ നേതൃത്വത്തിൽ കൊട്ടാരത്തിലേക്ക് സമാധാനപരമായി പ്രകടനം നടത്തി. എന്നാൽ സാറിന്റെ പട്ടാളം പ്രകോപനമില്ലാതെ തന്നെ പ്രകടനത്തിന്റെ നേർക്ക് വെടിവെക്കുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ റഷ്യൻ ചരിത്രത്തിൽ തന്നെ 1905 വിപ്ലവം എന്നറിയപ്പെടുന്നത് ഈ പ്രക്ഷോഭങ്ങളുടെ എല്ലാത്തിന്റെ തുടക്കമാണ്. ഈ സംഭവം നടന്ന ഒരു ഞായറാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇത് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്. രക്തരൂക്ഷിതമായ ഞായർ എന്നും അറിയപ്പെടുന്നു. 1905 നടക്കുന്നത്. ഇതിനെയാണ്, ഈ ബ്ലഡി സൺഡേനെയാണ് ലെനിൻ വിശേഷിപ്പിക്കുന്നത് റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കം എന്നത്. അടുത്ത, റഷ്യൻ പാർലമെന്റിൽ ഡ്യൂമ സ്ഥാപിക്കുന്നതിന് കാരണമായ വിപ്ലവവും ഇത് തന്നെയാണ്. അതായത് ബ്ലഡി സൺഡേ സംഭവത്തെ തുടർന്ന് സന്ധി സംഭാഷണ പ്രകാരം സാർ ചക്രവർത്തി റഷ്യൻ ഒരു പാർലമെന്റ് സ്ഥാപിക്കുകയാണ്. അതിന് ഡ്യൂമ എന്ന് വിളിക്കുന്നു. എന്നാൽ അതുകൊണ്ടൊന്നും രക്ഷയുണ്ടായില്ല. 1917 റഷ്യൻ വിപ്ലവം നടക്കുകയാണ്. 2 ഘട്ടങ്ങളിലായിട്ടാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. 1917 ഫെബ്രുവരി വിപ്ലവവും 1917 ഒക്ടോബർ വിപ്ലവവും. ഇതിൽ ഫെബ്രുവരി വിപ്ലവമാണ് ആദ്യം നടക്കുന്നത്. ഫെബ്രുവരി വിപ്ലവം നടക്കുന്നത് മാർച്ച് 8-നാണ്. 1917 മാർച്ച് 8 മുതൽ 12 വരെയാണ്. റഷ്യയിലെ ഫെബ്രുവരി വിപ്ലവത്തിന് കേന്ദ്രമായിരുന്നു പെട്രോഗ്രാഡ് എന്ന സിറ്റിയാണ്. അതായത് റഷ്യയിലെ നേവാ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് പെട്രോഗ്രാഡ്. ഭക്ഷ്യക്ഷാമം കാരണം റൊട്ടി കിട്ടാത്തതിനുള്ള വളരെ ആകസ്മികമായ വനിതകളുടെ ഒരു പ്രതിഷേധമായിരുന്നു ഫെബ്രുവരി വിപ്ലവത്തിന് തുടക്കമായത്. ഇതിന് സാക്ഷിയായ നദിയാണ് നേവ എന്ന നദി. നേവാ നദിയുടെ തീരത്തുള്ള പട്ടണം പെട്രോഗ്രാഡ്. പെട്രോഗ്രാഡില് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി വലഞ്ഞ് വിപ്ലവം നടത്തിയത്. അതാണ് ഫെബ്രുവരി വിപ്ലവം. മാർച്ച് 8, 1917 പെട്രോഗ്രാഡ്, നേവാ നദി. ഇനി റഷ്യൻ പാർലമെന്റ് ഡ്യൂമ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വിപ്ലവങ്ങളൊക്കെ നടക്കുന്നത്. സാർ ചക്രവർത്തി നിക്കോളസ് രണ്ടാമൻ ചക്രവർത്തി ഇതോടുകൂടി, അതായത് ഈ ഫെബ്രുവരി വിപ്ലവത്തോടുകൂടി നിക്കോളസ് രണ്ടാമൻ ഇതിൽ നിന്ന് പുറത്താവുന്നു. ചക്രവർത്തി പുറത്താവുന്നു. അതുപോലെ തന്നെ വിപ്ലവകാരികൾ അതുകൊണ്ട് താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കുന്നു. അപ്പൊ റഷ്യൻ പാർലമെന്റ് ഡ്യൂമ ഉണ്ടായത് 1905 ബ്ലഡി സംഭവത്തെ തുടർന്ന് ഡ്യൂമ ഉണ്ടാവുന്നു. എന്നാൽ നിക്കോളസ് രണ്ടാമൻ താഴെ പോവാൻ, അതായത് പുറത്തു പോകാൻ കാരണമായ വിപ്ലവം എന്ന് പറയുന്നത് ഫെബ്രുവരി വിപ്ലവമാണ്. 1917 മാർച്ച് 8 ഉണ്ടാവുന്നത്. ഇനി 1917 ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം റഷ്യയിൽ താൽക്കാലിക ഗവൺമെന്റ് സ്ഥാപിച്ചു എന്ന് പറയുന്നു. അത് സ്ഥാപിച്ചത് മെൻഷെവിക്കുകളാണ്. അതായത് മെൻഷെവിക്ക് എന്ന് പറയുന്നത് 1917 മെൻഷെവിക് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിലുണ്ടായിരുന്ന കെരൻസ്കി ഒക്കെയാണ്. അപ്പം കെരൻസ്കിന്റെ ഒക്കെ വിഭാഗമാണ് ആദ്യം ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം ആദ്യം സ്ഥാപിക്കുന്നത്, റഷ്യയിൽ ഗവൺമെന്റ് സ്ഥാപിക്കുന്നത്. 1917 ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട താൽക്കാലിക ഗവൺമെന്റിന്റെ തലവൻ എന്നാൽ കെരൻസ്കി അല്ല, പ്രിൻസ് ലിവോവ് ആയിരുന്നു. പ്രിൻസ് ലിവോവ്, ഓർത്തിരിക്കണേ, പ്രിൻസ് ലിവോവ്. സാർ ചക്രവർത്തിയുടെ ഭരണം അവസാനിക്കപ്പെട്ടതിനെ തുടർന്ന് റഷ്യൻ പാർലമെന്റ് റഷ്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ഒരു താൽക്കാലിക ഗവൺമെന്റ് ഫോം ചെയ്യുകയും ചെയ്തു 1917. അതിന്റെ തലവനായത് മെൻഷെവിക് വിഭാഗക്കാരനായിരുന്ന പ്രിൻസ് ലിവോവ് ആയിരുന്നു. എന്നാൽ ജൂലൈയിൽ ഇദ്ദേഹം സ്ഥാനം ഉപേക്ഷിച്ച് പിന്നെ കെരൻസ്കി തന്നെ താൽക്കാലിക ഗവൺമെന്റിന്റെ അധികാരം ഏൽക്കുന്നു. അപ്പം ഈ ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം നിക്കോളസ് രണ്ടാമനെ പുറത്താക്കുന്നു. താൽക്കാലിക ഗവൺമെന്റ് വരുന്നു. മെൻഷെവിക് പാർട്ടിയാണ് വരുന്നത്. കെരൻസ്കിയുടെ നേതൃത്വത്തിലായിരുന്നു മെൻഷെവിക് പാർട്ടി എങ്കിലും പ്രിൻസ് ലിവോവ് ആയിരുന്നു നേതാവായിട്ട് താൽക്കാലിക ഗവൺമെന്റിനെ നയിച്ചിരുന്നത്. എന്നാൽ ജൂലൈയിൽ അദ്ദേഹം പോവും. പിന്നീട് കെരൻസ്കി വരികയും ചെയ്തു. 1917 ഒക്ടോബർ വിപ്ലവം അതിനുശേഷം വരുന്നതാണ്.
ഫെബ്രുവരി വിപ്ലവത്തിന് ശേഷം മെൻഷെവിക്കുകളുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് റഷ്യൻ ജനതയുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ജനങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ റഷ്യ ജർമ്മനിയുമായി യുദ്ധം തുടരാൻ തീരുമാനിച്ചു. ഇപ്രകാരം ജനപിന്തുണ നഷ്ടപ്പെട്ട താൽക്കാലിക ഗവൺമെന്റിനെ അട്ടിമറിച്ച് ബോൾഷെവിക്കുകൾ കയറി വരികയാണ്. ആ വിപ്ലവം ആണ് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1917 ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഈ ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് നവംബർ 6-നാണ് കേട്ടോ. ഒക്ടോബറിന് ശേഷമുള്ള മാസം നവംബർ 6-നാണ് ഒക്ടോബർ വിപ്ലവം നടക്കുന്നത്. ഒക്ടോബർ വിപ്ലവത്തിലാണ് ബോൾഷെവിക്ക് വരുന്നത്. ഒക്ടോബറിന്റെ ബോൾഡ് എന്ന് ഓർത്താൽ. ഓക്കെ. 1917 ബോൾഷെവിക് വിപ്ലവത്തിന് മുന്നോടിയായി സമാധാനം ഭക്ഷണ ഭൂമി എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചതാണ് ലെനിൻ. സർ ചക്രവർത്തിയുടെ കാലത്ത് നാട് കടത്തപ്പെട്ടിരുന്ന ലെനിൻ സർ ചക്രവർത്തിയുടെ ഭരണ അവസാനത്തോടെ റഷ്യയിലെത്തുകയും ബോൾഷെവിക്കുകളെ സംഘടിപ്പിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതിനായി ലെനിനോടൊപ്പം നിന്ന മറ്റൊരു ബോൾഷെവിക് നേതാവാണ് ട്രോട്സ്കി. അപ്പം ഈ സർ ചക്രവർത്തിയായ നിക്കോളസ് രണ്ടാമൻ പോയപ്പോൾ ലെനിൻ അവിടെ എത്തിയെങ്കിലും പക്ഷെ ലെനിൻ അതിൻ്റെ ഒരു ബേസ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ബോൾഷെവിക് വിപ്ലവത്തിനായി ചുവപ്പ് കാവൽ സേന എന്ന സൈന്യത്തെ സജ്ജമാക്കിയത് ട്രോട്സ്കിയാണ്. കാവൽ സേനയാണ്. ട്രോട്സ്കിയുടെ ചുവപ്പ് കാവൽ സേനയായിരുന്നു ബോൾഷെവിക്കിന്റെ കാവൽ സേന. ട്രോട്സ്കിയുടെ കാവൽ സേന ചുവപ്പ് കാവൽ സേന. 1917 ഒക്ടോബർ വിപ്ലവം നടക്കുന്നത് നവംബർ 6-നാണ്. ബോൾഷെവിക് വിപ്ലവത്തിന്റെ കേന്ദ്രസ്ഥാനവും പെട്രോഗ്രാഡ് ആയിരുന്നു. ബോൾഷെവിക് വിപ്ലവത്തിന്റെ വിജയത്തെ തുടർന്ന് റഷ്യയിൽ ലെനിൻ അധികാരത്തിലെത്തുന്നു. ഇനി ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അധികാരത്തിലെത്തിയതിനെ തുടർന്ന് ജർമ്മനിയുമായുള്ള റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കപ്പെട്ടത് ഒരു കരാറിലൂടെയാണ്. ബ്രെസ്റ്റ് ലിതോവ്സ്ക് കരാർ എന്ന് പറയും. ബ്രെസ്റ്റ് ലിതോവ്സ്ക് കരാർ. അതിനുശേഷം റഷ്യയിലെ പ്രദേശങ്ങളെല്ലാം കൂടെ ഏകീകരിച്ചുകൊണ്ട് USSR എന്ന ഫെഡറേഷൻ രൂപീകരിക്കുന്നു 1922. ഇനി സൂക്ഷ്മമായ ആസൂത്രണത്തിലൂടെ സൃഷ്ടിച്ചെടുത്ത ചരിത്രത്തിലെ ആദ്യ മഹത്തരമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന് രേഖപ്പെടുത്തിയ ചരിത്രകാരൻ ആരാണ്? E.H. കാർ ആണ്. E.H. കാർ. 1917 ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന കൃതിയിലാണ് E.H. കാർ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 1917 ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന് എഴുതിയത് എന്ന കൃതി ആരുടേതാണ്? E.H. കാറിൻ്റെയാണ്. ഇനി കമ്മ്യൂണിസ്റ്റ് നേതാവ് ലെനിനെ വിപ്ലവകാരിയാക്കി തീർക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് വാർഡ് നമ്പർ 6 എന്ന കൃതിയാണ്. ഇനി ആ വാർഡ് നമ്പർ 6 എന്ന കൃതി രചിച്ചത് ആരാണ്? ആന്റൺ ചെക്കോവ് ആണ്. ആന്റൺ ചെക്കോവ് ആണ് വാർഡ് നമ്പർ 6 എന്ന കൃതി രചിച്ചത്. 1917 ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്ന കൃതി രചിച്ചത് E.H. കാർ ആണ്. ഇനി റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? സെർഗി ഐൻസ്റ്റീൻ ആണ്. സെർഗി ഐൻസ്റ്റീൻ്റെ ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകിൻ. ഇനി ദസ്തയേവ്സ്കി, ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി ഇവരൊക്കെ റഷ്യൻ വിപ്ലവത്തെ പിന്തുണച്ചിരുന്ന പ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്മാരായിരുന്നു. ദസ്തയേവ്സ്കി, ലിയോ ടോൾസ്റ്റോയ്, മാക്സിം ഗോർക്കി. കുറ്റവും ശിക്ഷയും എന്ന പ്രസിദ്ധ കൃതി രചിച്ചതാണ് ദസ്തയേവ്സ്കി. യുദ്ധവും സമാധാനവും, അന്ന കരീനീന ഉള്ള കൃതികൾ രചിച്ച ആളാണ് ലിയോ ടോൾസ്റ്റോയ്. യുദ്ധവും സമാധാനവും, അന്ന കരീനീന ഇത് രചിച്ചത് ലിയോ ടോൾസ്റ്റോയ്. കുറ്റവും ശിക്ഷയും എന്ന പ്രസിദ്ധ കൃതി രചിച്ചത് ദസ്തയേവ്സ്കി. റഷ്യൻ സാഹിത്യകാരൻ മാക്സിം ഗോർക്കിയുടെ പ്രസിദ്ധമായ കൃതിയാണ് അമ്മ. ഇത്രയാണ് റഷ്യൻ റവല്യൂഷനെ പറ്റി പഠിക്കാനുള്ള. റഷ്യൻ റവല്യൂഷൻ പ്രധാനപ്പെട്ട ഒരു ഇതാണ്, പക്ഷെ കുറച്ചാണ് പഠിക്കാനുള്ളൂ. ഇയേഴ്സ് ഒക്കെ കുറച്ച് പഠിക്കാനുള്ളൂ കമ്പാരിറ്റീവ്ലി മറ്റ് റവല്യൂഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇനി നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഒരു ചെറുതാണ്, അതുപോലെ തന്നെ ചൈനീസ് വിപ്ലവവും കുറച്ചേ ഉള്ളൂ. അത് രണ്ടുമാണ് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇലക്ഷൻ കമ്മീഷനും റഷ്യൻ റവല്യൂഷനും നമ്മൾ നോക്കി. ഇനി മലയാളം ഫസ്റ്റ് ബെല്ലിൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ 10ാമത്തെ റൂളാണ് നോക്കാം. 10ാമത്തെ റൂൾ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. എനിവൺ, എനിബഡി, എനിത്തിങ്. നോ വൺ, നോബഡി, നത്തിങ്. എവരിവൺ, എവരിബഡി, എവരിത്തിങ്. സംവൺ, സംബഡി, സംതിങ്. ഇവയ്ക്കൊക്കെ സിംഗുലർ വെർബാണ് വരുള്ളൂ. സിംഗുലർ വെർബാണ് വരുള്ളൂ. ഒന്നുകൂടെ പറയാം. എനിവൺ, എനിബഡി, എനിത്തിങ്. നോ വൺ, നോബഡി, നത്തിങ്. എവരിവൺ, എവരിബഡി, എവരിത്തിങ്. സംവൺ, സംബഡി, സംതിങ്. ഇതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് വരുള്ളൂ. സംബഡി ഹാസ് മെയ്ഡ് എ മിസ്റ്റേക്ക്. എവരിബഡി ലൈക്സ് ചോക്ലേറ്റ്സ്. എവരിത്തിങ് ഈസ് ടൈഡി. സംതിങ് സ്മെൽസ് ഗുഡ്. സംവൺ ഈസ് വെയിറ്റിംഗ് ഔട്ട്സൈഡ്. മാത്സിൻ്റെ എങ്ങനെയാണ് ഞാൻ റിവിഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഇതേപോലത്തെ ഹോട്ട് ടോപ്പിക്സ് കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുവാനായി. താങ്ക് യു.